പ്രവാസം തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തിക്കും മുന്നിലുള്ളത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷവും സാമ്പത്തിക പരിരക്ഷയുമാണ്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി ഇസ്രായേലിൽ പറന്നിറങ്ങി പ്രതീക്ഷയോടെ പടവുകൾ കയറുന്നതിനിടെ വേർപെട്ടു പോകേണ്ടി വന്ന പ്രിയ സഹപ്രവർത്തകരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ. സൗമ്യ 2021 അഷ്കിലോണിൽ ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിന് ഇരയായി ജീവൻ പൊലിഞ്ഞ ഇടുക്കി സ്വദേശിനി. സുരക്ഷിതമെന്ന് കരുതിപ്പോന്ന ഇസ്രായേലിൽ ഇന്ത്യൻ ജോലിക്കാർക്ക് മുകളിൽ മരണഭയപ്പാട് എത്തിക്കുവാൻ വിധിക്കപ്പെട്ടവൾ പാറ്റ് നെബിൻ മാക്സ്വെൽ. ഇസ്രായേലിൽ പുതുതായി ആരംഭിച്ച തൊഴിലവസരമായ കാർഷിക വിസയിലെത്തി തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വിത്തുകളായി പാകി കഠിനാധ്വാനം വളവും പരിരക്ഷയുമായി നൽകി ജീവിതത്തിന് നാമ്പിട്ട് തുടങ്ങിയെങ്കിലും വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഇസ്രായേലിനു വേണ്ടിയുള്ള ദുഷ്ടശക്തികളുടെ ആക്രമണം 2024 മാർച്ച് 5 നിബിന്റെ ജീവനൊപ്പം ഒരു കുടുംബത്തിന്റെ അത്താണി കൂടിയാണ് ഇല്ലാതാക്കിയത്. സൈഗ ഇന്നിവിടെ നമുക്കൊപ്പം ആകേണ്ടിയിരുന്നവൾ, കൂട്ടുകാർക്കൊപ്പം നൃത്ത ചുവടുകളുമായി ഇന്ന് ഈ വേദി പങ്കിടേണ്ടിയിരുന്നവൾ, നമ്മുടെ ഓണാഘോഷത്തിനു വേണ്ടിയുള്ള പരിശീലനത്തിന്റെ ഭാഗമായിരുന്നവൾ. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ടെല്ലവീവിലെ ആലംബി ബീച്ചിൽ ഉയർന്നു പൊങ്ങിയ തിരകൾക്കൊപ്പം ആ ജീവനും വലിഞ്ഞുപോയി. 3 സഹപ്രവർത്തകരും നമുക്കുള്ളിൽ തീരാ നോവായി അവശേഷിക്കുന്നു. അവർക്ക് നമ്മുടെ മനസ്സുകൊണ്ട് പ്രണാമം അർപ്പിക്കാം. കുറച്ചു വർഷങ്ങളായി പല പ്രകൃതി ദുരന്തങ്ങളും നേരിടേണ്ടി വന്ന ഒരു ജനതയാണ് നാം മലയാളികൾ. അവസാനം 2024 ജൂലൈ 30 അതിഭീകരമായ ഉരുൾപൊട്ടലാണ് വയനാട്ടിൽ സംഭവിച്ചത്. കേരളത്തെ മൂകമാക്കിയ ഏറ്റവും വലിയ ദുരന്തം. 392ഓളം പേർക്ക് ജീവൻ നഷ്ടമായി. കാണാതായവരും പരിക്കേറ്റവരും എത്രയോ അധികം. ഈ ആയുസ്സത്രയും സമ്പാദിച്ചതൊക്കെയും ഒലിച്ചുപോയത് കൺമുന്നിൽ കാണേണ്ടി വന്ന നിസ്സഹായർ. മലയാളികൾക്കിടയിൽ വലിയൊരു വിഭാഗം വയനാടിന്റെ മക്കൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ പ്രദേശമെന്ന നിലയിൽ ഓരോ മലയാളിക്കും വയനാടിനോടൊരു പ്രണയമുണ്ട്. ആ നാടിന്റെ മഹാദുഃഖത്തിൽ പങ്കുചേരുകയും ദുരന്തത്തിന്റെ കെടുതികൾക്ക് ഇരയായവരോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. 2023 ഒക്ടോബർ 7 തുടങ്ങി ഒരു വർഷത്തോടടുത്തിട്ടും നിലയ്ക്കാത്ത യുദ്ധമാണ് നാം ഇസ്രായേലിൽ അനുഭവിക്കുന്നത്. നാം നേരിടുന്ന ഏറ്റവും വലിയ ഭയം തുടർച്ചയായ ബോംബാക്രമണങ്ങളും ശത്രുക്കളുടെ വിവിധ തരത്തിലുള്ള ഉപദ്രവങ്ങളും ഇസ്രായേൽ ജനതയ്ക്കൊപ്പം നമ്മളെയും അനുദിനം ഭീതിയിലാഴ്ത്തുന്നു എന്നതാണ്. നമുക്കന്നം തരുന്ന ഈ നാടിന് യുദ്ധത്തിൽ നഷ്ടമായത് ഒരുപാട് ജീവനുകളാണ്. നഷ്ടജീവനുകളിൽ ശിശുക്കൾ മുതൽ പ്രായമേറിയവർ വരെ ഉൾപ്പെടുന്നു. പൈശാചികമായ യുദ്ധവരയിൽ ജീവൻ നഷ്ടമായവർക്ക് പ്രണാമം അർപ്പിക്കുകയും ഇസ്രായേൽ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള നമ്മുടെ സ്നേഹവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം പരിക്കേറ്റവരുടെ സൗഖ്യവും ഈ നാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ, തീവ്രവാദികളാൽ ബന്ദികളായവരുടെ മോചനവും എത്രയും വേഗം സംഭവിക്കട്ടെ എന്നും വിശുദ്ധ നാട്ടിൽ സമാധാനം പുലരട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു.
2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். చిన్నగా పోతుంటావో చూడగా పోతుంటా
പകരും താളം അതിനെയും പുകചിന്തും മണിമുറ്റത്തമ്മാനും കളിയാടും കാവടിതൻ കുംഭമേളം ജിനപ്പി ജിനപ്പി കാവടി കാവടി ചമ്മച്ച മാമാ സുന്ദരിയേ മുത്താമുന്ദരിയേ മാമാ സുന്ദരിയേ മുത്താമുന്ദരിയേ അക്കിലും മുക്കിലും കുരുവക്കുഴൽ തരുണ്ടനത്തരം പാടിവാ പട്ടത്ത് കുഴഞ്ഞ് പട്ടഹ പട്ടിച്ച്